പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ മലയാളം ഐച്ഛികം പാഠപുസ്തകത്തിലെ കവിതയുടെ വഴികൾ എന്ന യൂണിറ്റിലെ സുഗതകുമാരി ടീച്ചർ എഴുതിയ പാവം മാനവഹൃദയം എന്ന കവിതയാണ്. കവിതയിലേക്ക് നേരിട്ട് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളെയും അവരുടെ കാവ്യജീവിതത്തെയും കുറിച്ച് അല്പം ഒന്ന് ചിന്തിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 1934 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് സുഗതകുമാരിയുടെ ജനനം. നമുക്കറിയാം, അച്ഛൻ ബോധേശ്വരൻ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആയിരുന്നു. നെയ്യാറ്റിൻകരയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അവരുടെ കർമ്മം കൊണ്ടും മറ്റുമൊക്കെ ആറന്മുളയിൽ അങ്ങനെ അവിടെ ജീവിതം ആരംഭിക്കുന്നു. ടീച്ചർ എന്നാണ് നമ്മൾ വിട്ട് പിരിഞ്ഞതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? എന്നാണത്? അതെ, കഴിഞ്ഞ വർഷം ഡിസംബർ 23. അപ്പോൾ 1934 ജനുവരി 22 ജനിക്കുന്നു. 2020 ഡിസംബർ 23 അവർ നമ്മളെ വിട്ട് പിരിയുന്നത്. അപ്പോൾ ഒരു കവയത്രി, പരിസ്ഥിതി പ്രവർത്തക എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കവയത്രി മലയാള സാഹിത്യത്തിലെ ശക്തമായ ഒരു സ്ത്രീ ശബ്ദം ആയിരുന്നു എന്ന് പറയാം. അവർ ജീവിതകാലം മുഴുവനും മലയാളത്തെയും മലയാള ഭാഷയെയും ഇവിടുത്തെ പരിസ്ഥിതിയെയും ഇവിടുത്തെ മാനവികതയും ഒക്കെ അകമഴിഞ്ഞ് അവർ സ്നേഹിക്കുകയും അതൊക്കെ കവിതയ്ക്ക് പലപ്പോഴും വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആത്മനിഷ്ഠവും തീവ്രവുമായ ഒരു ഏകഭാവത്തിൻ്റെ സംഗീതാത്മകമായ ആവിഷ്കാരമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആത്മനിഷ്ഠമെന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചങ്ങമ്പുഴയും മറ്റുമൊക്കെ പാടിയത് അത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നിട്ടുണ്ട് മാറി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് തന്നെ അതിനെ തീവ്രമായിട്ട് ആവിഷ്കരിക്കുക. ആ കവിതയിൽ താൻ ആവിഷ്കരിക്കുന്ന വിഷയത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ആവിഷ്കാരം അതാണ് ഏകഭാവം എന്നത്. പക്ഷേ ഒപ്പം തന്നെ അതിൽ സംഗീതവുമുണ്ട്. പലപ്പോഴും കവയത്രിയുടെ കവിതകളെ ഒക്കെ ഓർമ്മിക്കുമ്പോൾ അത് ഒരു പെയ്തൊഴിഞ്ഞ മൂടിക്കെട്ടിയ മനസ്സ് പെയ്തൊഴിഞ്ഞ ഒരു പ്രതീതിയാണ് ആ കവിതകൾ നമ്മളെ ജനിപ്പിക്കുന്നത്. മാനത്ത് മഴമേഘങ്ങൾ വന്നാൽ അതിന് എവിടെയെങ്കിലും പെയ്യാതിരിക്കാൻ പറ്റില്ല. പെയ്തൊഴിയുന്നത് വരെയും അതിൻ്റെ കറുപ്പ് ഭൂമിയെ ബാധിക്കും. അതുപോലെ നമ്മൾ പറയാറുണ്ട്, ഒരു പൂവിന് അല്ലെങ്കിൽ മുട്ടിൽ നിന്ന് വിരിഞ്ഞേ പറ്റൂ, ഒരു പുഴയ്ക്ക് ഒഴുകിയേ പറ്റൂ, ഒരു കിളിക്ക് പാടിയേ പറ്റൂ എന്ന് പറയും പോലെ സുഗതകുമാരി ടീച്ചർ പലപ്പോഴും അവരുടെ കവിതകൾ അവർ പാടിപ്പോകുന്നതാണത്. കവിത എഴുതാൻ വേണ്ടി എഴുതുകയല്ല, അത് ഒരുതരം ആത്മാലാപന സ്വഭാവം കൈവരിക്കുമ്പോഴും അതിനകത്ത് പ്രകൃതിയും സമൂഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടീച്ചറിൻ്റെ കാവ്യപ്രപഞ്ചത്തെ നമുക്ക് നോക്കുമ്പോൾ സമൂഹത്ത് കണ്ട അക്രമങ്ങളെയും അനീതികളെയും അവർ ശക്തമായി നോക്കിക്കാണുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതിയോട് തോന്നിയ സ്നേഹത്തിനൊക്കെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട് അല്ലെ? സൈലൻറ്റ് വാലിയൊക്കെ പ്രശ്നങ്ങൾ അത് വന്നപ്പോൾ പാലക്കാട് സൈലൻറ്റ് വാലി, അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള പ്രകൃതി കനിഞ്ഞ് അരുളിയ ഒരു പ്രദേശമാണത്. അപ്പോൾ അവിടെ വലിയ അണക്കെട്ടൊക്കെ സ്ഥാപിച്ച് ജലവൈദ്യുതിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു വർഷം 3000-ലധികം മില്ലിലിറ്റർ വെള്ളം കിട്ടുന്നു എന്ന കാരണം കൊണ്ട് അവിടെ ഒരു വലിയ അണക്കെട്ടുണ്ടാക്കി ഒരു വലിയ ജലവൈദ്യുത പദ്ധതിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ മെജോറിറ്റി ഓഫ് സർക്കാർ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിച്ചു. പക്ഷേ അന്ന് നമ്മുടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെതിരായി ശക്തമായിട്ട് ടീച്ചർ കവിതകളിലൂടെയും തൻ്റെ സാന്നിധ്യം കൊണ്ടുമൊക്കെ പ്രതികരിച്ചു. അതുകൊണ്ട് നമുക്കിന്നും ആ സ്ഥലം അവിടെ അതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് പല പ്രദേശങ്ങളുടെയും മുഖച്ഛായ മാറിയതുപോലെ അത് മാറിപ്പോയേനെ. അപ്പോൾ അതുപോലെ പ്രകൃതിയോട് തോന്നിയ ഈ ആർദ്രത അവർ അഗതികളോടും അനാഥരോടും കാണിക്കുന്നത് കാണാൻ പറ്റും. അത് ഈ അഭയ പോലുള്ള ഒരു തണൽ വീട് അല്ലേ? നമുക്കറിയാം, നിന്ദിതരും പീഡിതരുമായിട്ടുള്ള അനേകം സ്ത്രീകൾക്ക് അവിടെ അഭയം ഇന്നും അത് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ നിന്ദിതരും പീഡിതരുമായിട്ടുള്ള ശബ്ദം ഈ അഭയ സ്ഥാപിച്ചതുപോലെ തന്നെ ഓരോ കവിതകളിലും നമുക്ക് കേൾക്കുന്നത് കാണാൻ പറ്റും. പരിത്യക്തരുടെ കണ്ണീരൊപ്പുന്ന കൈലേസായി പലപ്പോഴും സുഗതകുമാരിയുടെ കവിതകൾ മാറുന്നുണ്ട്. എങ്കിലും ഇന്നും ജീവിതമേ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ. ജീവിതത്തോട് സുഗതകുമാരിക്കുള്ള കാഴ്ചപ്പാട് ഈ വാക്കുകളിൽ നമുക്ക് സംഗ്രഹിക്കാം. ആകുലതകളും നിരാശതകളും ഇച്ഛാഭംഗങ്ങളും നിറഞ്ഞതാണെങ്കിലും ഈ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു. അതായിരുന്നു കവയത്രിയുടെ കാവ്യദർശനം. ഒരു താരകയെ കാണുമ്പോൾ രാവ് മറക്കുന്നു, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തുള്ളതാണ്. ഒരു പാൽച്ചിരി കണ്ട് മൃതിയെ മറന്ന് സുഖിച്ചേ പോകുന്നു പാവം മാനവഹൃദയം. അപ്പോൾ ഇങ്ങനെ മാനവഹൃദയത്തിന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ട കൊച്ചു കൊച്ചു സൗന്ദര്യങ്ങളും ആനന്ദങ്ങളും അത് നൽകുന്നുണ്ട് എന്ന കാഴ്ചപ്പാട് സുഗതകുമാരി തൻ്റെ കവിതകളിൽ ഓരോ കവിതയിലും
കോരിയിടുന്നതായി കാണാം. അവരുടെ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവങ്ങളെ നമുക്ക് വളരെ ചുരുക്കി പറയാമെങ്കിൽ പ്രണയവും വിഷാദവുമാണ്. ഇത് കവികളെ എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രണയത്തെക്കുറിച്ചും അല്ലെങ്കിൽ വിഷാദം എന്നുള്ള ഭാവത്തെക്കുറിച്ചൊക്കെ കവിത എഴുതാത്തവരില്ല. നമുക്കറിയാം ആദ്യ കവിയായ വാൽമീകിയുടെ രാമായണം പോലും അത് ശോകത്തിൽ നിന്നുണ്ടായെന്നാണ് പറയുന്നത്. ശ്ലോകം ശോകാദാഗതഃ എന്നാണ് സംസ്കൃതത്തിലെ ചൊല്ല്. ശ്ലോകം കവിത ഉണ്ടാകുന്നത് ശോകത്തിൽ നിന്നാണ്. ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് ഈ വിഷാദമാണെന്നുള്ള കാര്യം നമുക്ക് ആനുഷംഗികമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ആത്മസമർപ്പണമായ അല്ലെങ്കിൽ ആത്മസമർപ്പണപരമായ കാൽപ്പനിക പ്രേമത്തിൻ്റെ തീക്ഷ്ണമായ സാന്നിധ്യം സുഗതകുമാരിയുടെ കവിതകളെ കൂടുതൽ പരിമളമാക്കുന്നു. അതൃപ്തമായ അനുരാഗത്തിൻ്റെ അന്തർദാഹം ആ കവിതകളിൽ നമുക്ക് കാണാം. രാധാകൃഷ്ണ കവിതകളിൽ അത്തരത്തിലുള്ള ഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രാധയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ടീച്ചർ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അവരുടെ കാവ്യലോകത്ത് അധികവും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന പൗരാണിക ബിംബം കൃഷ്ണനും രാധയും തന്നെയാണ്. ഒരു നിമിഷം, ശ്യാമരാധ, കാളിയമർദ്ദനം തുടങ്ങിയ ഒട്ടേറെ ഗീതങ്ങളിൽ ഈ മേൽപ്പറഞ്ഞ വിഷാദാർദ്രമായ പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രണയാർദ്രമായിട്ടുള്ള നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ ഒക്കെ ചിത്രം അവതീർണമാകുന്നുണ്ട്, ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയിൽ നീണ്ട കാത്തിരിപ്പിനോടൊപ്പം പ്രണയസാഫല്യത്തിൻ്റെ അത്യനർഘമായ നിമിഷവും ശാശ്വതീകരിക്കപ്പെടുന്നത് നാം കാണുന്നു. അതുപോലെ ഈ അനുഭവങ്ങളെ അപ്പാടെ തന്നെ ഉദ്ഗ്രഥിക്കാനുള്ള ഒരു ശ്രമമാണ് രാധ എവിടെ എന്ന കവിതയിലുള്ളത്. തുടക്കത്തിൽ പറഞ്ഞു, ഒരു ആത്മാലാപന ശൈലി സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു നിമിഷത്തിലെ ഭാവനിർഭരമായ ഒരു ചിത്രം ഉണ്ട്. എൻ്റെ മിഴികളെ കീർത്തിച്ചൊരു ഗാനവും മൂളി അന്ന് നീ കടമ്പിൻ്റെ ചാഞ്ഞ കൊമ്പിലായി മേവി എൻ്റെ പാൽക്കുടം താഴെ ചരിഞ്ഞു കിടന്നിരുന്ന് എൻ്റെ കാൽച്ചിലങ്കകൾ മിണ്ടാതെ കേട്ടേ നിന്നു. അപ്പം അനുരാഗം പോലെ തന്നെ ശക്തമായ മറ്റൊരു ഭാവമാണ് വിഷാദം. നേരത്തെ പറഞ്ഞ കവിതകളിലൊക്കെ ഉള്ള മിക്കവാറും കവിതകൾ നല്ല ലോക ക്ലാസിക്കുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഭാവമായിട്ട് വിഷാദം കാണാൻ പറ്റും. എല്ലാ കൃതികളും വിഷാദം എന്ന് പറഞ്ഞതെന്നല്ല അർത്ഥം. പക്ഷെ നമ്മുടെ മനസ്സിലെപ്പോഴും നാം സൂക്ഷിക്കുന്ന പാട്ട് പോലും ഇങ്ങനെയുള്ള വിഷാദാർദ്രമായ ചില ഭാവങ്ങളുള്ള കവിതകളാണ്. ഒരു സിനിമ എടുത്ത് നോക്കിയാൽ നമ്മൾ കുറേ അടിപൊളി പാട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ട് കുറേ കഴിയുമ്പോൾ മറക്കും. അതിലൊരു പാട്ട് അല്പം നമ്മളെ മനസ്സിലെപ്പോഴും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിൽക്കും. അതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അതിൻ്റെ അടിസ്ഥാന ഭാവം വിഷാദമാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വിഷാദം അതൊരു കുറഞ്ഞ ഭാവമൊന്നുമല്ല. മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിതം ഈ വിഷാദം നിറഞ്ഞത് തന്നെയാണെന്നാണ് സത്യം. ജീവിതം നീണ്ട് ഒരു ദുസ്വപ്നം പോലെയാണെന്ന് കവയത്തിൽ പറയുന്നുണ്ട്. അത്രമേൽ സ്നേഹിക്കാലെന്ന കവിതയിൽ ജീവിതം നീണ്ടൊരു ദുസ്വപ്നം പോലെയാണ്. അപ്പോൾ ആ മനസ്സിൽ എന്തുമാത്രം വിഷാദത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായെന്ന് നോക്കണം. അതിൽ നിന്ന് ഊറിക്കൂടിയ ഒരു വരിയാണ് അത് നീണ്ടു പോകുന്ന ഒരു ദുസ്വപ്നം. വേറെടുത്ത് പറയുന്നു, പുറത്ത് കടക്കാനാവാത്ത ഒരു മുൾക്കാടാണ് ജീവിതം. ഒരു മുൾക്കാടെന്നുള്ള കവിത അതിൽ പറയുന്നു, ജീവിതം നമുക്ക് അകപ്പെട്ടു പോവുകയാണ്. പലരും അത് കുടുംബമാവാം, എന്തും ആവാം, അവിടെയൊക്കെ നമ്മൾ അകപ്പെട്ടു പോവുകയാണ്. ഒരു മുൾക്കാടാണത്. അതുപോലെ നെറ്റി തകർക്കുന്ന ഭാരവും പേരുള്ള ഇഴഞ്ഞ് സഞ്ചാരമാണത്. നെറ്റി തകർക്കുന്ന ഭാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വാക്കുകളുടെ പുറകെ അർത്ഥങ്ങളിലേക്ക് പോയാൽ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നെറ്റി തകർക്കുന്ന ഭാരവും പേരുള്ള ഇഴഞ്ഞ് നീങ്ങൽ. അപ്പോൾ പിന്നെ വ്യർത്ഥമായ കൊടുമുടിയിലേക്കുള്ള കല്ലുരുട്ടലാണ് ജീവിതം. ഇങ്ങനെ നമുക്ക് പാശ്ചാത്യ നാടുകളിലൊക്കെ വില്യം ഷേക്സ്പിയർ പോലുള്ളൊക്കെ അവരുടെയൊക്കെ നാടകങ്ങളിൽ ധാരാളം ജീവിതത്തെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള നിർവചനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സുഗതകുമാരിയുടെ ടീച്ചറിൻ്റെ കവിതകളിലും ഇങ്ങനെ ഒറ്റ വരികളിൽ ജീവിതത്തെ അവർ വ്യാഖ്യാനിക്കുന്നത് കാണാൻ പറ്റും. നമുക്കറിയാം, പറയിപ്പറ്റ പന്തിരുകുലത്തിലെ നാരായണത്ത് ഭ്രാന്തനെന്ന് പിന്നീട് നമ്മളൊക്കെ പറഞ്ഞ് ആ വലിയ മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ രാവിലെ മുതൽ കല്ലുരുട്ടി മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അതിനവിടെ കൊണ്ട് താഴോട്ട് ഉരുട്ടി വിടും. അപ്പോൾ നമ്മളിങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ജീവിതത്തിൻ്റെ ഒരു ദിവസം അതെങ്ങനെ തകർന്ന് ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ് അവരോട് നൽകിയത്. ഇപ്പോൾ ടീച്ചറിൻ്റെ കവിതകളിലും അവരത് പറയുന്നുണ്ട്, ഭാരവും പേരുള്ള ജീവിതമാണ്, അതുപോലെ തന്നെ കൊടുമുടിയിലേക്കൊരു കല്ലുരുട്ടി കയറ്റി അവിടെ നിന്ന് താഴെ ഇടുക എന്നുള്ള ആ ഒരു ബിംബം അവിടെ കടന്നു വരുന്നുണ്ട്. ജീവിതം ഭാരം ചുമന്ന് മരിക്കലാണെന്നത് കൊണ്ട് അത് ഒഴിവാക്കാതെ വയ്യല്ലോ, നമ്മളത് സഹിച്ചല്ലേ പറ്റൂ. ഇത് ഈ ഒരു നിയോഗമായിട്ട് ഈ കവിതകളിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു വ്യർത്ഥതാ ബോധം, വിഷാദത്തിൻ്റെ കാർമേഘങ്ങൾ ഇങ്ങനെ കൂടിയ ഒരു ഇരുണ്ട മനസ്സ് സുഗതകുമാരിയുടെ കവിതകൾ നമ്മൾ ഓർമ്മിക്കുമ്പോൾ അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അത് കവിതയായി പെയ്തൊഴിയുമ്പോഴും പുതിയ ഒരു മേഘപടലം വീണ്ടും വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ
ടീച്ചറിൻ്റെ കാവ്യജീവിതം, ആ കവയത്രിയുടെ കാവ്യജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങൾ, സമൂഹത്തിലെന്നും കാണുന്ന പ്രശ്നങ്ങൾ അവരെന്ത് ചെയ്യുന്നു, നേരിടുകയും അതിനെക്കുറിച്ച് കവിതകൾ എഴുതുന്ന. അപ്പോൾ പ്രശ്നങ്ങൾ ഒരിക്കലും സമൂഹം തീരുന്നില്ല. അതൊക്കെ തൻ്റേതാക്കി മനസ്സിൽ താലോലിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ഒരു കാവ്യഹൃദയം നമുക്കിവിടെ കാണാം. സാമൂഹികവും രാഷ്ട്രീയവും അതിൽ ദേശീയവുമായിട്ടുള്ള പല അനുഭവങ്ങളെ തൻ്റേതാക്കി മാറ്റാനും സ്വകാര്യവൽകൃതമായ ഒരു അനുഭൂതികളെ ആത്മനിഷ്ഠമായ ഊഷ്മളതയോടെ ആവിഷ്കരിക്കാനും ഉള്ള ഒരു ശേഷി ടീച്ചറിൻ്റെ കവിതകളിൽ നമുക്ക് കാണാം. ഏത് സാമൂഹിക അനുഭവത്തിനും തൻ്റെ വൈയക്തികമായ, നേരത്തെ പറഞ്ഞ ആത്മനിഷ്ഠ എന്ന് പറഞ്ഞ പോലെ വിഷയം ഏതാണെങ്കിലും അത് തൻ്റേതായിട്ടുള്ള വൈയക്തികമായ ഒരു ടോൺ നൽകിയാണ്, അതിലൊരു കാൽപ്പനിക ഭംഗിയൊക്കെ നൽകിയാണ് ഒരു കവിത അവതരിപ്പിക്കുന്നത്. അത് സുഗതകുമാരി ടീച്ചറിന് കിട്ടിയിട്ടുള്ള ഒരു വരദാനമാണത്. അതുകൊണ്ടാണ് അത് കവിതയാവുന്നത്. നേരെ ആവിഷ്കരിക്കുകയല്ലാതെ ആദർശങ്ങൾ പിന്നെ പ്രസംഗിക്കുമ്പോൾ തന്നെയും സ്വന്തം നിഷ്കർമ്മണ്യത കൊണ്ട് അല്ലെങ്കിൽ ആത്മവഞ്ചന ചെയ്യുന്ന സമകാല മനുഷ്യൻ്റെ നിസ്സഹായത നിശിതമായി ആവിഷ്കരിക്കപ്പെടുന്ന ബയാഫ്ര എന്ന കവിത ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ ബയാഫ്ര എന്ന ആഫ്രിക്കൻ ഗ്രാമത്തിലെ പട്ടിണി മരണമാണ് കവയത്രിയെ പ്രചോദിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലം വരെയൊക്കെ ഈ ഹെയ്ത്തി പോലുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ ആഹാരമില്ലാതെ കളിമണ്ണ് പോലും തിന്നുന്ന ചിത്രങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അവിടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും പല മത സംഘടനകളും മതപള്ളികളും ഒക്കെ ഉള്ള ഒരു നാടാണെന്ന് ഓർമ്മിക്കണം. അവിടെ നിന്ന് നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ കാണുന്നുണ്ട്. ഇതുപോലെ ഒരു സംഭവമാണ് ബയാഫ്ര. അവിടെ കണ്ട അതിനെ കവയത്രി അങ്ങനെ അങ്ങ് ആവിഷ്കരിക്കുകയില്ല. അതിന് തന്നെ നമ്മുടെ മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊരാളായ അർജുനനെ അവിടെ കൂട്ടുപിടിച്ചുകൊണ്ട് അർജുനനെ വളരെ ബിംബാത്മകമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു കവിതയായിട്ടത് മാറുന്നു. ആ കവിതയിൽ അവരിങ്ങനെ പാടുന്നുണ്ട്: ആരേ കൊലയാളി, ആരേ ഹതൻ, പില്ലുകൂരമ്പു ചേർത്തു തൊടുക്കുവാനായുമെൻ കൈകൾ തളർന്നു തൂങ്ങുന്നു, നിൽക്കുന്നു ഞാൻ ചണ്ഡനാം അർജുനൻ. അത്യന്തം വ്യക്തിനിഷ്ഠമായ അനുഭൂതികൾ ആവിഷ്കരിച്ച സുഗതകുമാരി സമകാല സാമൂഹിക രാഷ്ട്രീയ സംഭവഗതികളോട് ധാരാളമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആത്മബലി അർപ്പിച്ച പവിത്രാത്മാക്കളുടെ സ്മരണയോട് പോലും ധിക്കാരം കാട്ടുന്ന ഭാരതീയൻ്റെ ഒടുങ്ങാത്ത കൃതജ്ഞതയോർത്ത്, അത്യനർഘമായ സ്വാതന്ത്ര്യത്തെ സ്വാർത്ഥപൂരണത്തിനു വേണ്ടി വ്യഭിചരിക്കുന്ന നേതൃത്വത്തിൻ്റെ നിഷ്ഠൂരതയോർത്ത്, അനുനിമിഷം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധർമ്മമെന്ന പശുവിനെ ഓർത്ത്, സ്വയംകൃതമായ ദാരിദ്ര്യത്തിൻ്റെ, അതായത് കൊള്ളിവയ്പ്പിൻ്റെയും അഴിമതിയുടെയും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് മഹാബലിയെ എഴുന്നള്ളിച്ചിരുത്തി അപമാനിക്കുന്ന കേരളീയ മൗഢ്യമോർത്ത്, കാണക്കാണെ ഭീമാകാരമായി വളരുന്ന ഹിംസവാസനയോർത്ത്, ഇങ്ങനെയെല്ലാം നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ പൊള്ളിക്കുന്ന സമൂഹത്തിലെ നിഷ്ഠൂരതയോർത്ത് അനിർവചനീയമായ ആത്മവേദനയും ഒക്കെ ഈ കവിതകളിൽ ആവിഷ്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പീഡിപ്പിക്കുന്ന സ്ത്രീത്വം, അനാഥമാക്കപ്പെടുന്ന ശൈശവം, അതൊന്നും കവയത്രിയെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. ആ കവിതകളിലൊക്കെ എന്നും സംസാരിക്കുമ്പോൾ പോലും നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആ വാക്കുകളിൽ പോലും എന്നും ഒരു അമ്മയുടേതായിട്ടുള്ള ഒരു കരുതൽ കേരളീയരോട് അവർ വച്ചു പുലർത്തിയിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആത്മവിമർശനത്തിൻ്റെയും കുമ്പസാരത്തിൻ്റെയും ഛായ കലർന്ന സവിശേഷമായ രൂപവും ഭാവവും നേടുന്നതാണ് സുഗതകുമാരിയുടെ കവിതകളെന്ന് പറയാം. കവയത്രിയെയും അവരുടെ കവിതകളെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയാൽ ഓരോ കവിതയും ഇവിടെ നമുക്ക് നിർദ്ധാരണം ചെയ്യേണ്ടി വരും. അതിന് പറ്റില്ലല്ലോ. അമ്പലമണി, രാത്രിമഴ, പാതിരാപ്പൂക്കൾ, മുത്തുച്ചിപ്പി, പാവം മാനവഹൃദയം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളിലെ എല്ലാ കവിതകളും നമുക്ക് ഭാവതീവ്രത കൊണ്ടും കാലിക പ്രസക്തി കൊണ്ടും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടതും ഏറെ ശ്രദ്ധേയങ്ങളുമാണ്. അതിൽ ദുരൂഹതയോ ദുർഗ്രഹതയോ ഒന്നുമില്ലാതെ തന്നെ ഒരു 15 വയസ്സുകാരന്, ഒരു 16 വയസ്സുകാരിക്ക്, ഒരു 17 വയസ്സുകാരിക്ക് ഒക്കെ വായിച്ചു പോകാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് കവിതകൾ വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകൾ കണ്ടെത്തണം. ഈ പ്രോട്ടോക്കോളൊക്കെ, നമ്മുടെ കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ലൈബ്രറിയിലൊക്കെ പോകണം. അവിടെ ചെന്ന് ഈ കവിതകൾ എടുക്കണം. ഒരു കവിത നിങ്ങൾക്ക് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കവിതാ സമാഹാരം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അടുത്ത കവിതകളും നമുക്ക് അറിയണം എന്നുള്ള അത്രയ്ക്ക് ഉറപ്പ് ഞാൻ നൽകുന്നു. നമ്മളെ കവിതാ ലോകത്തിലേക്ക്, കവിതാ ആസ്വാദനത്തിലേക്ക് നയിക്കുന്ന നല്ല കവിതകളുടെ ഒരുപിടി നല്ല കവിതകളുടെ സമാഹാരങ്ങളാണ് ടീച്ചർ നമുക്ക് ആയിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ട പാഠപുസ്തകത്തിലേക്ക് പോകാം. പാവം മാനവഹൃദയം എന്ന കവിത നമുക്ക് ആദ്യം കേൾക്കാം. ആ കവിത കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പാഠപുസ്തകം തുറന്ന് എടുക്കണം.
നമ്മുടെ പാഠപുസ്തകത്തിലെ 95-ാമത്തെ പേജിൽ 95-ാമത്തെ പുറത്തിൽ ഈ കവിതയുണ്ട്. അപ്പോൾ കവിത കേൾക്കുമ്പോൾ ആ കവിത അതിൻ്റെ വാക്കും പൊരുളും ഒപ്പം നിങ്ങളുടെ കണ്ണും മനസ്സും ആ ബുക്കിലെ അക്ഷരങ്ങളിലൂടെ പോകണം. എങ്കിലും നമുക്കത് പഠനം ഒരു അനുഭവമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ കവിത കേൾക്കാം. ഒരു സാഗരഗീത ഗഭീരതയുയരുന്നു, വാനും ഭൂമിയും ഒരു താരകയും കേട്ടുതരിച്ചതു കരളാലേറ്റു വിറയ്ക്കുന്നു. ഒരു നവമായ വിഷാദം മായ്കെ ഉണർന്നു പഴയൊരു ഹർഷം കവിയുടെ ആഴം കാണാത്തിരുളുകളിൽ. മഴനിഴലെല്ലാം നീങ്ങി വെളുത്തുമിനിത്തോരുലകിൻ കവിളിലൊരോണം പൂവിൻ പുഞ്ചിരിതളുകളിൽ. ഇത്തറവാടിൻ പഴകിയ മുറ്റത്തത്തപ്പൂക്കളമൊളി ചിന്നുന്ന വിശാലതയിൽ കണ്ണീരുകളിൽ ആകെ മെലിഞ്ഞിട്ടെന്നാലും പുതുകോടിയുടുത്തും തളരും മിഴികളിലേതോ വിരഹ തിന്നനവാർന്നുമിരുന്നിടുമംബിക തൻ ചിരിയിൽ. ഇളവയിൽ പൊന്നുനുറുങ്ങുകളായി തങ്ങിടുമോണ തുമ്പിച്ചിറകിലൊരനുരാഗത്തിൻ ഓർമ്മയിൽ അല്പവികസ്വരമായൊരു ഷസ്സിൻ മിഴിയിൽ. ഒരു നവഹർഷം തങ്ങി വിതുമ്പി ചിരി തൂകുന്നു കടലും കായലും ഉയരെ പീലി വിരിക്കും തെങ്ങൻ നിരകളും അതിലലിയുന്നാടുന്നു. ഇരുളിൻ കാരാകാരം മെല്ലെ വലിച്ചു തുറന്നു പുറത്തുള്ളഴകിൻ പരമോത്സവമൊരു നോക്കാൽ കണ്ട് കുളിർക്കുന്നു നരഹൃദയം. ആരു ചവിട്ടി താഴ്ത്തിലുമഴലിൻ പാതാളത്തിലൊളിക്കിലുമേതോ പൂർവസ്മരണയിലാഹ്ലാദത്തിൻ ലോകത്തെത്തും ഹൃദയം. ഒരു താരകയെ കാണുമ്പോൾ അതുരാവു മറക്കും, പുതുമഴ കാൺകെ വരൾച്ച മറക്കും. പാൽച്ചിരി കണ്ടതു മൃതിയെ മറന്നു സുഖിച്ചേ പോകും ഭാവം മാനവഹൃദയം. ഒരു താരകയെ കാണുമ്പോൾ അതുരാവു മറക്കും, പുതുമഴ കാൺകെ വരൾച്ച മറക്കും. പാൽച്ചിരി കണ്ടതു മൃതിയെ മറന്നു സുഖിച്ചേ പോകും പാവം മാനവഹൃദയം. മനുഷ്യഹൃദയത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരു കവിതയാണ് പാവം മാനവഹൃദയം എന്ന് പറയാം. അപ്പോൾ മനുഷ്യനെയും മനുഷ്യഹൃദയത്തെയും എന്നും സ്നേഹിച്ചിട്ടുള്ള ആ കവയത്രിയുടെ മനുഷ്യനോടുള്ള അവൻ്റെ മനസ്സിനോടുള്ള മനോഭാവം ഈ കവിത വ്യക്തമാക്കി തരുന്നുണ്ട്. കവയത്രി കവിതയ്ക്ക് തലക്കെട്ടായി നൽകുന്ന പേര് തന്നെ പാവം മാനവഹൃദയം എന്നാണ്. ആ തുടക്കം നോക്കൂ. ഒരു സാഗര ഗീത ഗഭീരത ഉയരുന്നു, അത് കേട്ട് ധരിച്ച് കരളാൽ ഏറ്റുവാങ്ങിക്കൊണ്ട് വാനും ഭൂമിയും ഒരു താരകയും വിറയ്ക്കുന്നു എന്നാണ്. അപ്പോൾ സാഗരത്തിൻ്റെ പാട്ട്, കടലിൻ്റെ പാട്ട് ഉയരുന്നത് കേട്ടുകൊണ്ടാണ് ആകാശവും ഭൂമിയും ഒരു താരകയും വിറയ്ക്കുന്നത്. ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാനം എന്നൊക്കെ പറയുന്നതൊക്കെ ഈ നമ്മുടെ പ്രപഞ്ചം തന്നെയാണത്. ഒരു താരക ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ഈ ഭൂമിയുടെ ജീവനെ ഹരിതകത്തേക്ക് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്. ആ നക്ഷത്രമാണ് സൂര്യൻ. അപ്പോൾ ആ സൂര്യനും ഭൂമിയുമൊക്കെ ഈ സാഗരത്തിൻ്റെ പാട്ട് കേട്ടാണ് ഉണരുന്നത്. അപ്പം സാഗരത്തിൻ്റെ പാട്ട് കേട്ട് ഭൂമിയും ആകാശവും താരകയും വിറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഉൾച്ചേർന്നതാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ സാഗരഗാനം കേട്ടുണരുന്നു എന്നുള്ള ഒരു സംഭവം ആദ്യമേ കവിയത്രി നമുക്ക് തരികയാണ്. അപ്പോൾ ഈ സാഗരഗീതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഉണർത്ത് പാട്ടാണത്. സാഗരഗീതത്തെക്കുറിച്ച് നമുക്ക് ഉപനിഷത്തുകളിൽ പോലും പറയുന്നുണ്ട്. നമ്മുടെ 4 വേദങ്ങളിലും സാമവേദത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ അത് ഉണർത്ത് പാട്ടാണ്. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ എന്ന് നമ്മുടെ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയ മറ്റൊരു ശ്രേഷ്ഠ കവിയായ ONV കുറുപ്പ് പാടിയിട്ടുണ്ട്. അപ്പോൾ സമുദ്രത്തിൻ്റെ ഈ തിരമാലകളെ ഗീതമായി പാട്ടായി കാണുവാനുള്ള, അതിൽ അഭിരമിക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ അതുല്യമായ സവിശേഷതകളെ കവയത്രി ഇതിൽ വാഴ്ത്തി പാടുന്നുണ്ട്. വേദങ്ങളോളം പഴക്കമുള്ള ഈ
പാട്ടിന് നമ്മളെ സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ അല്ലെങ്കിൽ 7 സ്വരങ്ങൾ സമുദ്രത്തിൻ്റെ തിരമാലകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു സാഗരഗാനം കേട്ടാണ് മനുഷ്യൻ അവനുൾപ്പെടുന്ന ഭൂമിയുമൊക്കെ ഉണരുന്നെന്ന് പറയുമ്പോൾ അത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു ഭാവഗീതത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു. കവിത മനസ്സുകൊണ്ട് ആസ്വദിക്കേണ്ടതാണെന്ന് പറയാറുണ്ട്. ഈ സാഗരഗീതത്തെക്കുറിച്ച് നമ്മുടെ മഹാകവി ടാഗോറും തൻ്റെ ഗീതാഞ്ജലിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അലിയിക്കുന്നു സിരകളെ ഈശ്വര ഗംഗാ സരഭസ ഗമനം. ഗംഗയുടെ സരഭസമായ വേഗത്തിലുള്ള അതിൻ്റെ ഗമനം എൻ്റെ സിരകളെ പോലും അലിയിച്ചു പോകുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവലോകത്തിലെ ഗംഗ ഭൂമിയിലോട്ട് ഒഴുകി വന്ന് അത് സമുദ്രമായി മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഗംഗ സിരകളെ അലിയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സമുദ്രത്തിൻ്റെ ആ തിരമാലകൾ പാട്ടായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വായിച്ച് ഇങ്ങനെയൊക്കെ പല അർത്ഥങ്ങളിലേക്കും പോകാവുന്ന വരികളാണ് ഇതിലെ ഓരോ വരികളെന്ന് കാണാൻ പറ്റും. അർത്ഥം ഉള്ളതല്ല, അർത്ഥത്തിനും അപ്പുറത്ത്, അതിനും അപ്പുറത്ത് എത്രത്തോളം നമ്മളെ കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് ഉത്തമമായ കവിതയുടെ ലക്ഷണമെന്നാണ് പറയുന്നത്. അപ്പോൾ എം.എൻ. വിജയൻ മാഷൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കവിതയെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളതല്ല, അർത്ഥമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന വാക്കിനൊക്കെ അർത്ഥമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതുപോലെ ഈ ഒരു സാഗര ഗീത ഗഭീരത എന്നൊക്കെ പറയുമ്പോൾ ഉദാത്തമായ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ മനസ്സിനെ. അപ്പോൾ അങ്ങനെ ആരംഭ വരികൾക്ക് തന്നെ ഒരു മഹത്വം നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റും. തുടർന്ന് കവിതയിൽ വരുന്ന വരികൾ നോക്കുക. ഒരു നവമായ വിഷാദം മായിക, ഒരു പുതിയ ഹർഷം മനസ്സിൽ വരികയാണ്. അത് കവിയുടെ ആഴം കാണാത്ത ഇരുളുകളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും കവിത കൂടുതൽ നമ്മുടെ മനസ്സുകൊണ്ടുള്ള സഞ്ചാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. കവിതയുടെ ആഴം കാണാത്ത ഇരുൾ, ആ സമൂഹത്തിൻ്റെ വ്യതകളോർത്ത് അല്ലെങ്കിൽ ചുറ്റുമുള്ള അക്രമങ്ങളെയും അനീതികളെയും കണ്ടുകൊണ്ട് ഉണ്ടായതാവണം. അതാണ് കവിയുടെ ആഴം കാണാത്ത ഇരുൾ, ആ മനസ്സിൻ്റെ ഉള്ളിൽ. നേരത്തെ പറഞ്ഞതുപോലെ വിഷാദത്തിൽ നിന്ന് കവിത ഉണ്ടാകുന്നുണ്ട്. സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങളെ സ്വന്തം വിഷമമാക്കി മാറ്റുമ്പോൾ ആ മനസ്സിൽ നിന്ന് കവിത ജനിക്കുന്നു. അപ്പോൾ കവി അവിടെ എന്താ പറയുന്നത്? നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, കവിയുടെ മനസ്സിൽ ഒരു നവമായ ഒരു പുതിയ വിഷാദം ഉണ്ടാകുമ്പോൾ പഴയ ഒരു സന്തോഷ നിമിഷം ഓർമ്മിക്കുമ്പോൾ അത് മായി വന്ന സുഖവും ദുഃഖവും നിറഞ്ഞതാണ് ജീവിതമെന്ന് പറയാറുണ്ട് നമ്മൾ, അല്ലേ? അപ്പോൾ അതുപോലെ സാധാരണ പറയാനുള്ളത് നമുക്കൊരു സങ്കടം വരുമ്പോഴത്തേക്ക് അത് കുറേ കഴിയുമ്പോൾ അടുത്തൊരു സന്തോഷ നിമിഷം വരും. ഇപ്പോൾ ഇവിടെ അതുപോലെ ഒരു വിഷാദം ഉണ്ടാകും, ഒരു മനസ്സിലൊരു വിഷാദം ഉണ്ടാകുമ്പോൾ മുമ്പ് അനുഭവിച്ച ഒരു സന്തോഷത്തെ ഓർമ്മിക്കാൻ തനിക്ക് കഴിയുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് ഒരു സമൂഹജീവിയായ മനുഷ്യൻ, അവൻ്റെ മനസ്സ് പലപ്പോഴും ഇരുൾ നിറഞ്ഞതായി പോകും. എങ്കിലും ആ വിഷാദത്തെ മറക്കാൻ നമുക്ക് കഴിഞ്ഞു പോയ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ അത് പ്രയോജനപ്പെടുമെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ പി ഭാസ്കരൻ മാഷിൻ്റെ ഒരു സിനിമാ പാട്ടിലെ വരിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാലചക്രം തിരിയുമ്പോൾ കഥനമേഘം കോടും കാറ്റടിച്ചു ദൂരെ ദൂരെ പറന്നു പോകും. അതാണ് ആ വരികൾ. നല്ല കവിതകളാണ്, എപ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന, നിങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന അതിൻ്റെ അർത്ഥത്തിൻ്റെ ഭംഗിയുണ്ടാകും. കാലചക്രം തിരിയുമ്പോൾ ദുഃഖത്തിൻ്റെ മേഘങ്ങളൊക്കെ എന്ത് ചെയ്യും? അത് പറന്ന് ദൂരെ പോകുമെന്നാണ്. പക്ഷെ നമുക്കതിനുള്ള ക്ഷമ വേണമെന്നേ ഉള്ളൂ. എന്നാൽ പലരും ജീവിതത്തിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നതൊക്കെ പലപ്പോഴും ആത്മഹത്യയിലൊക്കെ തന്നെ ചില ആളുകളൊക്കെ പോകുന്നതിന് കാരണം എന്താണ്? ഈ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ അത് താങ്ങാൻ പറ്റാതെ വരുമ്പോഴാണ്. കാലത്തിന് മറക്കാനാവാത്തതായിട്ട് ഒന്നുമില്ല. കാലം മാറുന്നതിനനുസരിച്ച് അതെല്ലാം മറക്കുകയും ചെയ്യും. നമ്മൾ നേരെ നിന്നാൽ മാത്രം മതി. അതാണ് കവിത പറഞ്ഞു തരുന്നത്. ഈ സുഗതകുമാർ ടീച്ചറിൻ്റെ പാവം മാനവ ഹൃദയം എന്ന് പറഞ്ഞ ഈ കവിതാഭാഗത്തും ഒരു കവിഹൃദയത്തിന് അങ്ങനെയാണെങ്കിൽ നമ്മളെ മനുഷ്യനുമായിരുന്നു ശക്തി ആർജിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ, ഈ കൊറോണക്കായി ഈ കോവിഡ് ഇറങ്ങി നമ്മൾ അത് അതിജീവിക്കും. അതും നമ്മൾ കടന്നു പോവുക തന്നെ ചെയ്യും. ഒന്നും ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് കടമ്മനിട്ട ഒരു കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മുടെ ഇന്നത്തെ ദുഃഖങ്ങളെ മറക്കാനും പ്രേരണ നൽകുന്നു ഈ വരികളെന്ന് നമുക്ക് കാണാം. നമ്മുടെ പ്രാർത്ഥനകളിൽ തന്നെ ഉണ്ടല്ലോ, അല്ലേ? തമസോമ ജ്യോതിർഗമ എന്നാണല്ലോ, അല്ലേ? അസതോമ സദ്ഗമയ, മൃത്യോമ അമൃതം ഗമയ,
അപ്പോൾ നമ്മൾ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണേ എന്നുള്ള ആ പ്രാർത്ഥന. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവിതയുടെ അന്തരാർത്ഥത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വെറുതെ വായിച്ച് വിടേണ്ട വരികളല്ല ഇതെന്നും നമുക്ക് ചിന്തിക്കും തോറും നമ്മുടെ അനുഭവസീമകളുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ പ്രേരണ നൽകുന്നതാണ് ഒരു വേദന ഉണ്ടാകുമ്പോൾ ഒരു നവകർഷം പഴയൊരു ഹർഷം ഓർമ്മിക്കുമ്പോൾ മറക്കുമെന്നുള്ള ആ കാഴ്ചപ്പാടിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ഈ വാഴ്വിനെ ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളെക്കുറിച്ച് പൊതുവെ പറയാറുണ്ട് നിരൂപകന്മാർ, അത് സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളാണെന്ന്. എൻ്റെ ഈ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളായ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? നമ്മൾ പലപ്പോഴും ആ കവിതകൾ നമ്മളൊന്ന് തൊടും, നമ്മളെ സ്പർശിക്കും, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ആ സ്പർശിക്കുന്നിടത്താണ് കവിതയുടെ ജീവൻ എന്ന് പറയുന്നത്. സുഗതകുമാരി ടീച്ചറിൻ്റെ ഏത് കവിതകൾ നമ്മളെടുത്ത് നോക്കിയാലും ഈ ഒരു സ്പർശന സുഖം അതായത് നമ്മുടേതായിട്ട് മാറും അത്. അപ്പോൾ ഈ പാവം മാനവഹൃദയം എന്ന കവിതയിലും സ്പർശിച്ചാസ്വദിക്കാവുന്ന വരികളാണ് എല്ലാം. ചില കവിതകളിൽ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും, പക്ഷേ ഇതിലെ ഓരോ വരികളും സ്പർശിച്ചാസ്വദിക്കാവുന്ന വരികളാണെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ തർജ്ജമയിൽ നഷ്ടപ്പെടുന്നതാണ് കവിത എന്ന് പറയാറുണ്ട്. ഈ സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ വ്യാഖ്യാനത്തിൽ നഷ്ടപ്പെടുന്നത് തന്നെയാണ് കവിത. കവിത എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ടത് ആസ്വദിക്കേണ്ടതാണ്. വായിച്ച് താളത്തിൽ വായിച്ച് പുനർവിചിന്തനം ചെയ്യും തോറും അതിങ്ങനെ നമ്മളങ്ങനെ ചിന്തിക്കും തോറും സുഖം നൽകുന്ന പുതിയ അർത്ഥതലം നൽകുന്ന ഒരു തലത്തിലോട്ട് നല്ല കവിതകൾ മാറുന്നു. അപ്പോൾ നല്ല കവിതകളുടെ സ്വഭാവം അതാണെങ്കിൽ തീർച്ചയായിട്ടും പാവം മാനവ ഹൃദയം നമ്മുടെ മനസ്സിനോട് കരളിനോട് എന്നും ചേർത്ത് വയ്ക്കാവുന്ന ഒരു കവിതയാണ്. തുടർന്ന് വരുന്ന വരികൾ നോക്കുക. മഴ നിഴലെല്ലാം നീങ്ങി വെളുത്തു തുടുത്തോര് ഉലകിൻ കവിളിൽ ഒരോണം പൂവിൻ പുഞ്ചിരി ഇതളകളിൽ. അപ്പോൾ അവിടെ വളരെ കുറച്ച് വാക്കുകളിൽ ഒരു മഹാ ആശയപ്രപഞ്ചം നമുക്ക് കവയത്തിൽ നൽകുന്നുണ്ട് ഈ വരികളിൽ. അതായത് മഴ നിഴലെല്ലാം നീങ്ങി, ഓണപ്പൂവിൻ്റെ പുഞ്ചിരി ഇതൾ, ഈ രണ്ട് പരിമിതമായ വാക്കുകളുടെ തന്നെ ഒരു ഋതു മാറിയിട്ട് മറ്റൊരു ഋതു ഭൂമിയിലോട്ട് വരുന്നതിൻ്റെ ആ ഒരു ചിത്രം. നമുക്കിത്തരം ബിംബങ്ങൾ ധാരാളമായിട്ട് ഒരുപക്ഷെ നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളിൽ, ബൈലോപ്പിള്ളിയുടെ കവിതകളിൽ, ഇടശ്ശിയുടെ കവിതകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കവിത, നല്ല കവിത എന്ന് പറഞ്ഞാൽ ധ്വനിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ മഴ നിഴലിൽ നീങ്ങുക, നമുക്കറിയാം. അടുത്ത വരുന്ന ബിംബം എന്ന് പറഞ്ഞാൽ ഒരു ഓണപ്പൂവിൻ്റെ പുഞ്ചിരി, അതിൻ്റെ കവിൾ. അപ്പോൾ അവിടെ ഈ നമ്മുടെ കർക്കിടക മാസം അല്ലേ, മിഥുനം കർക്കിടക മാസം ശക്തമായ മഴയാണ്. ഈ മഴയെല്ലാം പെയ്ത് അത് കഴിഞ്ഞിട്ട് ഓണം വരുന്നത് അവിടെ ഒരു സന്തോഷത്തിൻ്റെ പ്രതീക. അപ്പോൾ മഴയെല്ലാം നീങ്ങി മിനുസമാകുന്ന ഒരു മാസമാണ് പിന്നെ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയൊക്കെ ചിങ്ങമാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വളരെ കുറച്ച് വാക്കുകളിൽ മാത്രം ഒതുക്കി ഭദ്രമായിട്ട് ഈ വരികളിലൂടെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ ഒരു കഷ്ടകാലം മാറി ഒരു നല്ല കാലം വരുന്നതും അതിലേക്ക് മനുഷ്യ മനസ്സ് നീങ്ങുന്നതുമായിട്ടുള്ള ഭാവങ്ങൾ ഈ കാവ്യഭാഗത്ത് കവയത്രി പറഞ്ഞു വയ്ക്കുന്നു. നമുക്ക് ഇതുവരെ പറഞ്ഞതൊന്ന് ഓർമ്മിച്ച് നോക്കാം. പാവം മാനവ ഹൃദയം എന്ന കവിതയിലെ 3 സന്ദർഭങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ ഒന്ന്, ഒരു സാഗരഗാനം, അതിൻ്റെ ഗംഭീരത അല്ലേ, അത് കേൾക്കുമ്പോൾ നമ്മളെ ആകാശവും ഭൂമിയും സൂര്യനും ഒക്കെ എന്ത് ചെയ്യുന്നു, വിറയ്ക്കുന്നു. അപ്പോൾ ആ സാഗരത്തിൻ്റെ പാട്ടിൽ പ്രപഞ്ചം മുഴുവനും വിലയം കൊള്ളുന്നതായിട്ടും മനുഷ്യൻ അതിൽ സന്തോഷിക്കുന്നതായിട്ടും കവയത്രി കാണുന്നു. അടുത്തെന്താ പറഞ്ഞത്, ഒരു സങ്കടഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനു മുമ്പ് അനുഭവിച്ച ഒരു സന്തോഷ നിമിഷം ഓർമ്മിച്ചാൽ മതി, നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഇപ്പോഴുണ്ടാകുന്ന ഒരു വിഷമ അവസ്ഥ മാറി വീണ്ടും സന്തോഷാവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോകും എന്നുള്ളതിൻ്റെ ധ്വനിയാണ് അതിൽ പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്, കവിതയിലെ വലിയ ആശയങ്ങളെ വളരെ ചുരുക്കി പറയാനുള്ള കവയത്രിയുടെ ശേഷി നമ്മളവിടെ പരിചയപ്പെടുന്നു. അതായത് ഒരു മഴനിഴലെല്ലാം മാറിയിട്ട് ഒരു ഓണത്തിൻ്റെ പുഞ്ചിരിക്കുന്ന കവിൾ എന്ന് നമ്മൾ കാണുമ്പോൾ അവിടെയും ദുഃഖമൊക്കെ മാറി സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രകൃതിയും മനുഷ്യനും ഒക്കെ അതിൽ ഇഴുകിച്ചേരുന്നതായിട്ടുള്ള ഒരു തലമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ പാഠഭാഗത്തു നിന്ന് പരിചയപ്പെട്ടുള്ളൂ. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ പാഠഭാഗം വായിക്കണം. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് എൻ്റെ അവസാന വാക്കെന്നുള്ളതല്ല. നിങ്ങളുടെ മനസ്സുകളിലൊക്കെ ഈ കവിത വായിക്കുമ്പോൾ പുതിയ ആശയങ്ങളൊക്കെ ഉരുത്തിരിയും. അതൊക്കെ സ്വീകാര്യമാണ്, മനസ്സിലായി. അപ്പോൾ നിങ്ങളത് മനസ്സിരുത്തി ഈ കവിത വായിക്കണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് 1-2 പഠന പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് തന്നിട്ട് ഈ ക്ലാസ് നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു.
അപ്പോൾ സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളിലെ കുറച്ച് ഭാഗം നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, അതിൽ ഈ ചോദ്യം ഒന്ന് കുറിച്ച് വയ്ക്കണം. അത് കവിത ആസ്വാദനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട പഠന പ്രവർത്തനങ്ങളാണ്. ഒന്ന്, സുഗതകുമാരിയുടെ കവിതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഡിസംബർ 23 നമ്മൾ സ്കൂൾ അസംബ്ലിയിൽ നടത്തുന്ന ഒരു അനുസ്മരണ പ്രഭാഷണം തയ്യാറാക്കുക. സുഗതകുമാരിയുടെ കവിതകൾ എന്ന വിഷയത്തെക്കുറിച്ച് അവരുടെ ചരമദിനമായ ഡിസംബർ 23 സ്കൂൾ അസംബ്ലിയിൽ നിങ്ങൾ നടത്തുന്ന ഒരു ലഘു പ്രഭാഷണം തയ്യാറാക്കുക. ഒരു പ്രവർത്തനം കൂടി, മഴനിഴലെല്ലാം നീങ്ങി വെളുത്ത് മിനുത്തൊരു എന്ന് തുടങ്ങുന്ന വരികളുണ്ടല്ലോ. മഴനിഴലെല്ലാം നീങ്ങി വെളുത്തു മിനുത്തോരുലകിൻ കവിളിൽ ഒരു ഓണപ്പൂവിൻ പുഞ്ചിരി ഇതളുകളിൽ എന്ന വരികളിൽ നൽകുന്ന ഭാവഭംഗി. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട കർക്കിടക മഴയായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ, അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഭാവഭംഗി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കവിതാഭാഗമായിട്ട് കണ്ടുമുട്ടുന്നവരെയും എല്ലാവരും സന്തോഷിച്ച് ഒക്കെ ഉല്ലസിച്ചിരിക്കുക. ഓക്കെ.